തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിന്റെ 75ാം വാർഷികാഘോഷമായ മഴവില്ല് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിരമിക്കുന്ന പ്രധാന അധ്യാപികയ്ക്ക് യാത്രയയപ്പും അധ്യാപക രക്ഷാകർതൃ ദിനവും ചടങ്ങിൽ ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് 4-ന് സ്വീകരണ റാലിയോടെ നടക്കുന്ന ആഘോഷ പരിപാടികൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥിയായ വൈദ്യരത്നം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ET നീലകണ്ഠൻ മൂസ് പുസ്തക പ്രകാശനം നിർവഹിക്കും. വിരമിക്കുന്ന പ്രധാന അധ്യാപിക AV പ്രസന്നയ്ക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകും. ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MV സുനിൽകുമാർ എൻഡോമെന്റുകൾ വിതരണം ചെയ്യും. അർബൻ റിസോഴ്സ് സെന്റർ BPC CP ജെയ്സൺ, തൃശൂർ കോർപ്പറേഷൻ 28, 29, 30 ഡിവിഷനുകളിലെ കൗൺസിലർമാർ, തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളി വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും. PTA പ്രസിഡന്റ് ചിഞ്ചു അനുമോദ്, പ്രധാനാധ്യാപിക AV പ്രസന്ന, സ്കൂൾ മാനേജർ പ്രൊഫസർ TV ശങ്കരൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്കൂൾ തൈക്കാട്ടുശ്ശേരി സ്കൂളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1951 സ്ഥാപിച്ച സ്കൂളാണ് ഞങ്ങളുടെ. അത് വളരെ ഉയർച്ച താഴ്ചകളിലൂടെ ഒക്കെ പോയിട്ട് ഇപ്പോൾ ഒരു ഉയർന്ന നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 75ാം വാർഷിക ആഘോഷമാണ് ഞങ്ങളിപ്പോൾ നടത്താൻ പോകുന്നത്. അത് ഫെബ്രുവരി 7-ാം തീയതി ശനിയാഴ്ച നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സ്കൂളിന് തുടക്കം മുതൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അതിൻ്റെ ഉദ്ഘാടനം. നമ്മുടെ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു MLA കൂടിയാണ്. നമുക്ക് അടുക്കള നമുക്ക് അനുവദിച്ചു, അതേപോലെ തന്നെ ലാപ്ടോപ്പുകൾ ഒക്കെ നമുക്ക് തരേണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു നല്ല സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സ്കൂൾ വന്നിട്ടുണ്ട്. അതിന് സഹായം ചെയ്തത് നമ്മുടെ മന്ത്രി തന്നെയാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സ്കൂളത്തിന്റെ വേറെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 37 വർഷമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രസന്ന ടീച്ചർ ഈ കൊല്ലം റിട്ടയർ ചെയ്യാണ്. ടീച്ചർക്ക് സമുചിതമായിട്ട് പറഞ്ഞാൽ എത്ര നല്ല സെൻഡ് ഓഫ് കൊടുത്താലും അത് ഉചിതമാവോ എന്നറിയാം. അത്രയും ആ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ടീച്ചറാണ്. 1987 ജോയിൻ ചെയ്ത് 1989 ടീച്ചർ ആ സ്കൂളിൽ ജോയിൻ ചെയ്തത്. 2003 മുതൽ ടീച്ചർ ആ സ്കൂളിന്റെ HM ആണ്. സ്കൂളിന്റെ വിവിധ ഘട്ടങ്ങൾ നല്ല നിലയിൽ നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മോശമായിട്ട് കുട്ടികളുടെ എണ്ണം കുറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വളരെ ഔചിത്യത്തോട് കൂടിയിട്ട് സംയമനത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനെയൊക്കെ നേരിട്ട് സ്കൂളിനെ ഈ നിലയിൽ എത്തിക്കും.